നമസ്കാരം. സിനിമയെ പോലും വെല്ലുന്ന ട്വിസ്റ്റുകളുമായി ഉത്തർപ്രദേശിലെ ആ പ്രണയകഥ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. സ്വന്തം മരുമകനാകേണ്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് രാജ്യം മുഴുവൻ ചർച്ചയായ 43-കാരി മാസങ്ങൾക്കിപ്പുറം പുതിയൊരു ബന്ധത്തിനായി ആ യുവാവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വപ്ന ദേവി എന്ന സ്ത്രീയാണ് തന്റെ രണ്ടാം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് മകളുടെ പ്രതിശ്രുത വരനൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ച് വാർത്തകളിൽ ഇടം പിടിച്ച സ്വപ്നാദേവി വീണ്ടും ഒളിച്ചോടുകയായിരുന്നു. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അന്ന് രാഹുൽ എന്ന യുവാവിനൊപ്പം ഇവർ പോയത്. എന്നാൽ ആ ബന്ധം ഉപേക്ഷിച്ച് ഇപ്പോൾ മറ്റൊരാൾക്കൊപ്പം ഇവർ ജീവിതം തുടങ്ങിയതായാണ് പുതിയ വിവരങ്ങൾ. മകൾ ശിവാനിയുടെ വിവാഹത്തിന് 10 ദിവസം മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കല്യാണ കുറിയടിച്ച് എല്ലാവരെയും ക്ഷണിച്ചു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ സംഭവം ഒരു കുടുംബത്തെ ആകെ തകർത്തത്. ശിവാനിയുടെ അമ്മ പ്രതിശ്രുത വരൻ രാഹുലിനൊപ്പം ഒളിച്ചോടുകയായിരുന്നു. ഉത്തർപ്രദേശിലെ അലിഗഡിലുള്ള മത്രയ്ക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിലായിരുന്നു ഈ ഒരു സംഭവം. തന്റെ ഭർത്താവ് ആകുമെന്ന പ്രതീക്ഷകൾക്കൊപ്പം 5 ലക്ഷത്തോളം വിലമതിക്കുന്ന ആഭരണങ്ങളും 3.5 ലക്ഷം രൂപയുമായി സ്വന്തം അമ്മ ഒളിച്ചോടിയതറിഞ്ഞ ശിവാനി തകർന്നുപോയി. രാഹുലും തന്റെ അമ്മയും വിവാഹത്തിന് 3-4 മാസമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്ന് ശിവാനി പറഞ്ഞിരുന്നു. അലമാരയിലായിരുന്നു സ്വർണവും പണമടക്കം സൂക്ഷിച്ചിരുന്നത്. 10 രൂപ പോലും ബാക്കി വയ്ക്കാതെയായിരുന്നു തന്റെ അമ്മ കടന്നു കളഞ്ഞത്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നും പണവും സ്വർണവും മാത്രമാണ് ഞങ്ങൾക്ക് തിരികെ വേണ്ടതെന്നും ശിവാനി എന്ന് പ്രതികരിക്കുകയും ചെയ്തു. ബംഗളൂരുവിൽ ബിസിനസ് നടത്തുകയാണ് ശിവാനിയുടെ പിതാവ് ജിതേന്ദ്രകുമാർ. രാഹുലിനോട് വളരെ നേരം ഭാര്യ സംസാരിക്കുന്നത് ജിതേന്ദ്രകുമാർ അറിഞ്ഞിരുന്നുവെങ്കിലും വിവാഹം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് ജിതേന്ദ്ര പറഞ്ഞത്. ഭാര്യയെ കാണാനില്ല എന്ന് അറിഞ്ഞതോടെ അവരെ പലവട്ടം ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. രാഹുലിനെ വിളിച്ചപ്പോൾ അവൾ കൂടെ ഇല്ല എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും തന്നെ വിളിച്ച് കഴിഞ്ഞ 20 വർഷമായി താൻ എന്റെ ഭാര്യയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും അവളെക്കുറിച്ച് മറന്നേക്കുവാനും രാഹുൽ പറഞ്ഞു. പിന്നെ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നാണ് ജിതേന്ദ്ര അന്ന് പ്രതികരിച്ചത്. പിന്നീട് ഭാര്യയെ കാണാനില്ല എന്ന് ജിതേന്ദ്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇരുവരും നേപ്പാളിലേക്ക് കടക്കുവാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും ഉത്തർപ്രദേശ് പോലീസ് കൃത്യസമയത്ത് അവരെ തടഞ്ഞു. ഈ കോലാഹലങ്ങൾക്കിടയിലും രാഹുലിനൊപ്പം ജീവിക്കുവാനുള്ള തന്റെ ആഗ്രഹവും അവർ ഉറപ്പിച്ചു പറഞ്ഞു. വീട്ടമ്മയുടെ ഭർത്താവ് ജിതേന്ദ്രകുമാർ കാണാതായതായി പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഹൃദയം തകർന്നും അപമാനിതനായി മാറിയ കുമാർ തന്റെ ഭാര്യ മകളുടെ പ്രതിശ്രുത വരനൊപ്പം ഒളിച്ചോടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും ഇത് വെറും വഞ്ചനയല്ലെന്നും മുഴുവൻ കുടുംബത്തിന്റെയും അഭിമാനത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും പ്രതികരിച്ചു. തുടക്കത്തിൽ ഒരു തിരോധാനം പോലെ തോന്നിയത് പിന്നീട് വഞ്ചനയുടെയും മോഷണത്തിന്റെയും കേസായി വളർന്നു. ഏകദേശം 7.5 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും പണവുമായി അപ്രത്യക്ഷയായതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. രാഹുൽ തന്റെ അമ്മയുമായി അസാധാരണമായ വിധം അടുപ്പത്തിലായി എന്നും ഒരു മൊബൈൽ ഫോൺ പോലും സമ്മാനമായി നൽകിയെന്നും വധു ശിവാനി ആരോപിച്ചിരുന്നു. ഈ വഞ്ചന കുടുംബത്തെ വൈകാരികമായി മാത്രമല്ല സാമ്പത്തികമായും തളർത്തി. താൻ വീട്ടിലില്ലാത്തപ്പോൾ ഭാര്യയും രാഹുലും ഒളിച്ചോട്ടത്തിന് ഏകോപനം നടത്തിയെന്നും സംഭവത്തിനു ശേഷം രാഹുൽ തന്നെ പരസ്യമായി പരിഹസിച്ചുവെന്നുമാണ് ഭർത്താവ് ജിതേന്ദ്ര ആരോപിച്ചത്. അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് അവൾ 20 വർഷമായി ഉണ്ട്, ഇനി എന്റെ ഊഴമായിരുന്നു എന്നാണ് രാഹുൽ പ്രതികരിച്ചതെന്നാണ് ജിതേന്ദ്ര പറഞ്ഞത്. ഞാനൊരു ഔപചാരിക പരാതി നൽകിയിട്ടുണ്ട്. എനിക്ക് അവളെ ഒരിക്കൽ കാണണം. അതിനുശേഷം അടുത്തതായി എന്തു ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ഒളിച്ചോട്ടത്തിന് പിന്നാലെ ഒരുപാട് റീൽസും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇരുവരും പിടിയിലായതോടെ രാഹുൽ പറഞ്ഞത് മറ്റൊരു വ്യത്യസ്തമായ മൊഴിയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹാർഡോയിൽ നിന്നുള്ള ഹോഷിയാരി എന്ന സ്ത്രീയുമായി തനിക്ക് മുൻകാല ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഈ രാഹുൽ സമ്മതിച്ചത്. അവരുമായി താൻ ഒരിക്കൽ ഒളിച്ചോടി, എന്നിരുന്നാലും അവർ ഒരിക്കലും ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്നും ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം രമ്യമായി പരിഹരിച്ചിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. ശിവാനിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ഭാവി അമ്മായിയമ്മയുമായുള്ള പ്രണയം പൂവണിയെന്നും രാഹുൽ പറഞ്ഞു. ഭർത്താവിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും താൻ അനുഭവിച്ച പീഡനത്തെയും അപമാനത്തെയും കുറിച്ച് അവർ തന്നോട് തുറന്നു പറഞ്ഞതായിട്ടാണ് രാഹുൽ അവകാശപ്പെട്ടത്. തന്റെ ഭാര്യ പിതാവാകാൻ പോകുന്ന ജിതേന്ദ്രകുമാർ പലപ്പോഴും തങ്ങൾക്കിടയിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചിരുന്നുവെന്നും രാഹുൽ വാദിച്ചിരുന്നു. ആ സമയത്ത് ആ വാദം അടിസ്ഥാനരഹിതമായിരുന്നു. എനിക്ക് തെറ്റായ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടമ്മയുമായുമുള്ള ആ ബന്ധം കൂടുതൽ ആഴത്തിലായത് അവളുടെ കഷ്ടപ്പാടുകൾ കണ്ടതിനു ശേഷമെന്നാണ് രാഹുൽ പറഞ്ഞത്. ഏപ്രിൽ 6-ന് രാഹുൽ ഷോപ്പിങ്ങിനായി പുറത്തുപോയപ്പോൾ ഇത്തരത്തിൽ ഈ വീട്ടമ്മയിൽ നിന്ന് ഒരു കോൾ വന്നപ്പോഴാണ് വഴിത്തിരിവുണ്ടായത്. അവൾ അസ്വസ്ഥയായിരുന്നു. തന്നെ രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏറ്റവും മോശം അവസ്ഥയിൽ അയാൾ അവളുടെ അടുത്തേക്ക് ഓടിപ്പോകാനല്ല, മറിച്ച് അവളുടെ ജീവൻ രക്ഷിക്കുവാനാണ് അയാൾ നിർബന്ധിച്ചത്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു രാഹുൽ പറഞ്ഞത്. പ്രായം പ്രശ്നമല്ല, എന്റെ ജീവിതം അവളോടൊപ്പം ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പോലീസിന് മുന്നിൽ ഇയാൾ സമ്മതിച്ചത്. തന്റെ സഹോദരിയുടെ ഭർത്താവിനൊപ്പമാണ് സ്വപ്ന ഒളിച്ചോടിയതെന്നാണ് ഇപ്പോൾ രാഹുൽ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി.
2 ലക്ഷം രൂപയും അപഹരിച്ചാണ് സ്വപ്ന തന്റെ അളിയനായ ദേവേന്ദ്രയും സ്ഥലം വിട്ടതെന്നും രാഹുൽ പറയുന്നു. 2 ലക്ഷം രൂപയ്ക്ക് പുറമെ തന്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും ദേവേന്ദ്രയും സ്വപ്നയും കൈക്കലാക്കിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര. താൻ ഇപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളതെന്നും സ്വപ്ന തനിക്കൊപ്പം ഇല്ല എന്നുമാണ് ഇയാൾ പറയുന്നത്. സ്വപ്നയുടെ മകളുമായി വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ തന്നെ രാഹുൽ ഇവരുമായി പ്രണയത്തിലാവുകയായിരുന്നു. എന്നാൽ വീട്ടുകാർ അറിയാതെ ഈ ബന്ധം മുന്നോട്ട് പോയി. ഒടുവിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒളിച്ചോടിയത്. ബന്ധുക്കൾ എതിർത്തിട്ടും വിവാഹം കഴിച്ച ഇരുവരും ബീഹാറിലേക്ക് താമസം മാറുകയായിരുന്നു. സ്വപ്ന തന്റെ പേരും മാറ്റി. എന്നാൽ വിവാഹത്തിന് പിന്നാലെ സ്വപ്നയുടെ സ്വഭാവം മാറിയെന്നും തന്നെ വിഷം നൽകി കൊല്ലുവാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നുവെന്നുമാണ് രാഹുൽ പറയുന്നത്. അലിഗഡിലെ ലോക്കൽ പോലീസിലാണ് രാഹുൽ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ സംഭവം നടന്നത് ബീഹാറിലാണെന്നും അവിടേക്ക് പോയി പോലീസിന് പരാതി നൽകാനുമാണ് രാഹുലിനോട് UP പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തങ്ങളുടെ പരിധിയിൽ വരുന്ന കേസല്ല ഇതെന്നാണ് UP പോലീസ് രാഹുൽ നൽകിയ വിശദീകരണം. മകളുടെ വിവാഹ പന്തലിൽ നിന്നും അമ്മായിയമ്മയുമായി തുടങ്ങിയ ഈ നാടകീയ സംഭവങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരാന്തകളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്കാണ് ഇടവച്ചിരിക്കുന്നത്. മകളുടെ പ്രതിശ്രുത ഭരണയെ വിവാഹം കഴിച്ചു നാടുവിട്ട സ്ത്രീ മാസങ്ങൾക്കിപ്പുറം സ്വന്തം സഹോദരി ഭർത്താവിനൊപ്പം പോയി എന്ന വാർത്ത വിശ്വസിക്കാനാകാത്ത ഞെട്ടലോടെയാണ് നാട്ടുകാരും ഇത് കേൾക്കുന്നത്. പണവും സ്വർണവും നഷ്ടപ്പെട്ട രാഹുൽ നീതിക്കായി ബീഹാർ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.